അസ്സലാമലൈക്കും കാസിം ക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ വിശേഷം? അൽഹംദുലില്ലാഹ്. പുതിയൊരു പദ്ധതി തുടങ്ങി കേട്ടല്ലോ, സ്നേഹവീട്. എന്താണ് സ്നേഹവീട്? സ്നേഹവീട് എന്ന് പറഞ്ഞാൽ വിധവകള്, ഭിന്നശേഷിക്കാര്, യതീം കുട്ടികള്, അതുപോലെ തന്നെ അഗതികള്, കിടപ്പ് രോഗികളായവർക്ക് 600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന ചെറിയ വീടുകളാണ്. കേരളത്തിൽ എവിടെയും കൊടുക്കും? കേരളത്തിലെ എല്ലാ ജില്ലകളിലും കഴിഞ്ഞ 2020 ജൂണിൽ ആരംഭിച്ചതാണ്. 50ഓളം വീടുകൾ നമ്മൾ ഇതുവരെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇപ്പം റീസെന്റ് ആയിട്ട് പണി എവിടേക്കും നടക്കുന്നുണ്ടോ? ഇപ്പോൾ എറണാകുളത്തുണ്ട്, ആലപ്പുഴ, വയനാടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നടന്നുകൊണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളായിട്ട് നടക്കുന്നു. ഓക്കെ. ഈ 8ഓളം സ്നേഹവീടിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു എന്നാണ് ഇത് ആരംഭിച്ചത് ശരിക്കും? ഇത് കഴിഞ്ഞ 2020 ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 2020 ജൂൺ മാസത്തിൽ. അപ്പോൾ ഏകദേശം 5 കൊല്ലമായി. 5 കൊല്ലത്തിൽ ഏകദേശം ടോട്ടൽ എത്ര വീടുകൾ? 50 വീടുകൾ കഴിഞ്ഞു. 50 വീടുകൾ കഴിഞ്ഞു. ഈ ഒരു സ്നേഹവീട് എന്നുള്ള പ്രൊജക്ട് തുടങ്ങാനുള്ള റീസൺ എന്താണ്? ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഇതിലൊരു പങ്കാളിയാകുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് 100 രൂപ, 200 രൂപ, 500 രൂപ ഒക്കെ മാസ വരിസംഖ്യകൾ വായിച്ചാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നത്. അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. എങ്ങനെയാണ് അതിനെ കുറിച്ച് ഒന്നും കൂടി സാധാരണക്കാരൻ ഇപ്പം എനിക്ക് ഇപ്പം ചിലപ്പം ഒരു വീട് എടുത്തു കൊടുക്കാൻ ചിലപ്പം വല്ലാതെ വലിയ സംഖ്യ ചെലവഴിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് വരും. അപ്പൊ എനിക്ക് ഇതിൽ പങ്കാളിയാവാൻ പറ്റുന്നതാണോ നമ്മൾ പറയുന്നത്? എങ്ങനെയാണ് അത്? നമ്മളൊരു മത്സ്യം വാങ്ങണത്, ഒരു 100 രൂപ മത്സ്യം വാങ്ങുന്നത് നിങ്ങൾ ഒരു 50 രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങൾ ഒരു 50 രൂപ തരാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ 100 രൂപ നിങ്ങളെ കയ്യിൽ കഴിവിന് എങ്ങനെയനുസരിച്ചോ അത്രയും നിങ്ങൾ നൽകിയിട്ട് മാസത്തിൽ 100 രൂപ, അങ്ങനെ അത്രയും ചെറിയ എമൗണ്ട്. കാരണം പല തൊഴിൽ പെരുവെള്ളം എന്നാണ് ഒരുപാട് പേരിൽ നിന്ന് അങ്ങനെ സംഭരിക്കുമ്പോൾ ഒരു വീടിനുള്ള ഫണ്ടാണ്. അപ്പം ഒരു മാസത്തിൽ ഒരു വീട് എന്നാണോ ഉദ്ദേശം? അതല്ല, ഇനി അടുത്ത 2030 കൂടി 250 വീടുകൾ, അതായത് ഒരു വർഷത്തിൽ 50 വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതേപോലെ ആളുകളുടെ കയ്യിൽ നിന്ന് ചെറിയ എമൗണ്ടുകൾ മാസത്തിലാണോ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് കളക്ഷൻ എങ്ങനെയാണ് വരുന്നത്? അത് അവർക്ക് ഫണ്ട് തരാൻ കഴിയുന്ന ഓരോ സൗകര്യങ്ങൾക്കനുസരിച്ച്. എങ്ങനെയാണ് പൈസ അയക്കുക ആളുകൾ? അത് ബാങ്ക് മുഖാന്തരം, ബാങ്കിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാവർക്കും അല്ലെങ്കിൽ ജിപേ മുഖേന അയക്കാൻ പറ്റും. ജിപേ മുഖേന അക്കൗണ്ട് അയക്കാൻ പറ്റും. അപ്പം എത്ര മാക്സിമം ഇത്ര എമൗണ്ട് അങ്ങനൊന്നുമില്ല, എത്ര വേണമെങ്കിലും. പല ആളുകളും വീടിന്റെ ഫുൾ എമൗണ്ട് തരുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ ഭാഗികമായി നൽകുന്നവരുണ്ട്, ഗഡുക്കളായി നൽകുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ ആളുകൾ തരുന്നുണ്ട്. മാസത്തിൽ 100 രൂപ തരുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ പോലും 100 രൂപ തരുന്നുണ്ട്. നമുക്ക് ഒരു വീട് പണി പൂർത്തിയാക്കാൻ എത്ര സമയം? ഏകദേശം കാലാവസ്ഥ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 3 മാസത്തെ 3 മാസം കൊണ്ട് ഒരു വീട്. അപ്പൊ നമ്മൾ ഈ കുടുംബത്തെ എങ്ങനെ തിരഞ്ഞെടുക്കുക? അത് അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എൻക്വയറിക്ക് പോകും, സൈറ്റ് വിസിറ്റ് ചെയ്യും. അവര് സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, അതായത് വിധവകള്, കിടപ്പ് രോഗികള്, ഭിന്നശേഷി, യതീം കുട്ടികള്, അഗതികള്, ഇത്തരം ആളുകളെയാണ് നമ്മൾ. എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെ ഇവിടെ ഷെൽട്ടറിൽ വരുമ്പോൾ ഉണ്ടാവാറ്? അതിൻ്റെ ഒരാൾക്കൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടി വരും? വീട് ആദ്യം ഒരു അപേക്ഷ കൊടുക്കണം. അപേക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓഫീസിലേക്ക് ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂ ഒരു ഓക്കെ ആണെങ്കിൽ മീറ്റിങ്ങിൽ വെച്ച് അത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പ്ലാനും കാര്യങ്ങളൊക്കെ പ്ലാനൊക്കെ നമ്മൾ തന്നെ പ്ലാൻ വരച്ച് സൈറ്റിൽ പോയി നമ്മൾ തന്നെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അതത് സ്ഥലത്തുള്ള കോൺടാക്റ്റുമാരായിട്ട് ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള ആളുകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ജനകീയ കമ്മിറ്റികൾ ഉണ്ടാക്കും? ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, ജനകീയമായി അവിടെ കൂട്ടായ്മയുടെ സഹായത്തോടു കൂടി ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു വീട്ടുകാർക്ക് ആ ഒരു പ്ലാനിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും. ചെറിയ ചെറിയ മാറ്റം 600 സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഒതുങ്ങുന്ന മാറ്റങ്ങൾ ചെയ്യും. എന്തൊക്കെയാണ് ചെയ്യുക? ഒരു വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുക? ഫുൾ ഫർണിഷ്ഡ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് താമസയോഗ്യമാക്കി കൊടുക്കും? അതായത് 2 ബെഡ്റൂം ഉണ്ടാവും, ഒരു ഡൈനിങ് ഹാള്, കിച്ചണ്, സിറ്റ് ഔട്ട്, ലൈറ്റ് ഉണ്ടാവും, പിന്നെ റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാത്റൂം സൗകര്യം, എല്ലാ സൗകര്യം. 8 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം ഇതിലായിട്ട് വീട് പൂർണ്ണമാക്കി. അപ്പം ഇതിലേക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിതിലേക്ക് ഒരു സംഖ്യ ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ നടക്കണമെന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? വർക്ക് കഴിയുന്നതോട് കൂടി അതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് എത്തിച്ചു.
പൈസ അയച്ചാൽ അപ്പോൾ അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ചെയ്യും. ഇനിയിപ്പോൾ എത്ര രൂപ ആണെങ്കിലും അത് അങ്ങനെ ചെയ്യും. നിങ്ങൾ 50 രൂപ മുതൽ 5 ലക്ഷം രൂപ തന്നവരെ വീട് പൂർണ്ണമായിട്ട് തന്നവരും അത്രയും അതിൻ്റെ ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ റിപ്പോർട്ട് കറക്റ്റായിരിക്കും. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുക? വീടിൻ്റെ നിർമ്മാണത്തിൽ തുടക്കം മുതലെയുള്ള അതിൻ്റെ ബില്ല് കാര്യങ്ങൾ, അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എല്ലാം കൊടുക്കും. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് വീട് കൈമാറിയ ശേഷമായിരിക്കും നമ്മൾ റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ വീട് കൈമാറുമ്പോൾ ഇപ്പോൾ സാധാരണ ചില സമയങ്ങളിൽ ചില ചാനലുകളൊക്കെ കാണാറുണ്ട്, ആ ഒരു കുടുംബത്തെ മുൻനിർത്തിയോ കൊടുക്കുമ്പോൾ അത് അവർക്കും അവരുടെ സമൂഹത്തിൽ അവരെ നമ്മുടെ ഫോട്ടോയിലോ വീഡിയോയിലൊന്നും കാണിക്കില്ല. അവരെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ പണ്ട് തന്നെ പോവുക, നമ്മൾ അപേക്ഷ എന്ന ബെനിഫിഷ്യറിൻ്റെ കയ്യിലാണ്. ബെനിഫിഷ്യറിയാണ് എന്ത് ചെയ്യുക, ഒരു കോൺടാക്റ്റ് ആയിരിക്കും ഇതിനൊക്കെ കൊണ്ട് കൈമാറും. ചില ഏരിയയിൽ അതിന് പ്രാപ്തരല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവിടുത്തെ പ്രാദേശിക കൂട്ടായ്മയോടുകൂടി ചെയ്യും. നേരം മാത്രമേ അവർ അറിയുള്ളൂ എല്ലാ വർഷവും ചില വിധവകളൊക്കെ ആയ ആളുകളൊക്കെ ചൂഷണം ചെയ്യുന്ന പല ആളുകളുണ്ട്. കോൺട്രാക്ടർമാരൊക്കെ അത്തരം ആളുകളൊക്കെ അവരുടെ പ്രാദേശിക തലത്തിലുള്ള മഹല്ല് കമ്മിറ്റികളോ അല്ലെങ്കിൽ അവിടുത്തെ ക്ലബ്ബുകളിലെ ആളുകളോ അല്ലെങ്കിൽ NSS കൂട്ടം വിളിച്ച് അവരുടെ സഹകരണത്തോടു കൂടി, കാരണം നമ്മൾ ഓഫീസ് പിടിക്കലാണ് കൊല്ലം, കോട്ടയം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ദൂരമല്ല, പല ജില്ലകളിലെല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെ നമുക്ക് ചെയ്യാം. കേരളത്തിന് പുറത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? കൂടല്ലൂർ, തമിഴ്നാട് സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റുള്ള പ്രൊജക്റ്റുകളുണ്ട് സെൻറ്ററിൽ. കേരളത്തിന് മുഴുവൻ സ്ഥലങ്ങൾ, കേരളത്തിന് പുറത്ത് ഇന്ത്യക്കാർക്കൊക്കെ മറ്റുള്ള സ്ഥലത്ത് ചെയ്യുന്ന മറ്റ് പല പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പോൾ വീടുകൾ ഇപ്പം നിലവിൽ ഇപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിപ്പോൾ നമ്മുടെ സ്ലാബ് വീട് മാത്രമായിട്ടോ പറഞ്ഞത്. സെൻറ്റർ മറ്റ് രീതിയിലുള്ള വീടുകൾ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ വേറെ പ്രൊജക്റ്റ് ഉണ്ട്. നെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു, വീടിൻ്റെ പണി പാതി വഴിയിലായി കിടക്കുകയാണ്, ആ വീട് അവർ താമസയോഗ്യം ആക്കി കൊടുക്കും. അതുപോലെ പിന്നെ ലൈഫ് മിഷൻ്റെ സഹായം, ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയുടെ സഹായം കിട്ടുക. അതുകൊണ്ട് ഒരു വീട് ഒരിക്കലും പൂർണ്ണമാവില്ല. ആ വീട് ബാക്കിയുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തിയിട്ട് അതുകൂടെ കൂടി ആ കുടുംബത്തെ അതിൽ സുരക്ഷിതമായ ഒരു ഭവനം നിർമ്മിച്ച് അവർ ഇപ്പം നമ്മൾ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളിപ്പം ഈ തരുന്ന ഇപ്പം ഞാൻ തരുന്ന ഒരു 50 രൂപ, ആ 50 രൂപ നമ്മൾ മൊത്തമായിട്ട് ഉള്ള ഒരു ഫണ്ടായിട്ടാണോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു വീട്ടിലേക്കാണോ ഉപയോഗിക്കുക? അല്ല, ഹോമിന് തരുന്ന ഫണ്ട് ആ വീടിന് മാത്രം ഉപയോഗിക്കും. വീടിന് മാത്രം ഉപയോഗിക്കും. അതിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കൊല്ലത്തെ ഒരു വീടുണ്ട്, അപ്പോൾ ആ കൊല്ലത്തെ ഒരു വീടിനാണ് ഞാൻ തന്നിരിക്കുന്നത്, അത് അതിന് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതങ്ങനെ അതിന് നമ്പർ ഇട്ടുണ്ടാവും, കോഡ് നമ്പർ ഇട്ടുണ്ടാവും. ഒരിക്കലും നമ്മളെ വീടിന്റെ വ്യക്തികളെ പേര് നമ്മൾ പറയില്ല. അതിന് നമ്പർ ഇടും. ആ നമ്പറാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുക. മീറ്റിങ്ങിൽ പോയി ഇരുന്നാലും പോലും ആ വീട്ടുകാരോട് ആരെങ്കിലും നമ്മളെ മീറ്റിങ്ങിൽ വന്നിരുന്നു അറിയും, പക്ഷെ അവർക്ക് പോലും അവരുടെ വീടാണ് നിർമ്മിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ നമ്പറാണ് പിന്നെ സംസാരിക്കുക. അപ്പൊ ആ വീട്ടുകാരെ അല്ലെങ്കിൽ അവരുടെ പേരോ വിവരങ്ങളോ അഡ്രസ്സോ ഒരു സ്ഥലത്തും നമ്മൾ പുറത്ത് വിടൂല. വേറെ നമ്മൾ ഈ സ്നേഹ വീടിന് പുറമെ ഷെൽട്ടർ വേറെ എത്ര വീടുകൾ? വേറെ ഏകദേശം 450ഓളം വീടുകൾ ഇപ്പോൾ പണി കഴിഞ്ഞു. ഇപ്പൊ കേരളത്തിൽ 47ഓളം വീടുകൾ ലൈവായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 450 അതോ 450-ന് പുറമെ ഏകദേശം എത്ര വീടുകൾ പണി പൂർത്തിയാക്കി കൈമാറിയിട്ടുണ്ടാവും? പണി ഏകദേശം ഒരു 410-420 വീടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കംപ്ലീറ്റ് ആളുകൾ താമസം തുടങ്ങി. ഈ ആഴ്ച 3 കുടുംബം താമസമാക്കി. ഈ ആഴ്ച 3 ഈ താമസമാക്കുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ആയിട്ട് ചെയ്യോ? ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പിന്നെ കുടുംബത്തിന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ സോഷ്യൽ മീഡിയൻ്റെ മുന്നിലൊന്നും മുഖം കാണിക്കാത്ത രീതിയിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. കാരണം ഇതിൻ്റെ റിപ്പോർട്ട് മാറി കൊടുക്കണമല്ലോ, അതിനു വേണ്ടി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ. ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഇതിൻ്റെ എന്തെങ്കിലും നമുക്ക് സഹായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇതുവരെ ലഭിച്ചിട്ടില്ല. കുടുംബത്തിന് കിട്ടുന്ന സഹായത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഹെൽപ്പും കൂടി ആകുമ്പോൾ ആ വീട് താമസിക്കും. നമുക്ക് തരുന്ന ഈ വീടുകളിലേക്ക് സഹായിക്കുന്ന ആളുകൾ എവിടെയുള്ള ആള്, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ ഭാഗത്തുള്ള ആളുകളുണ്ട്. അകത്തും പുറത്തുള്ള ആളുകളൊക്കെ. എങ്ങനെയാണ് അവര് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് അറിയാൻ സാധാരണഗതിയിൽ? അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയും. അതുപോലെ തന്നെ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ അവരെ പ്രൊജക്റ്റ് നമ്മൾ വർക്കുകൾ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് അവർക്ക് എത്തിച്ചു. സോഷ്യൽ മീഡിയ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ കൂടെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? വാട്സപ്പ്, പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ സൈറ്റിലൊക്കെ പോയി യൂട്യൂബ്. അപ്പം ഈ ഓരോ വീടിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വർക്കുകൾ വിലയിരുത്താറുണ്ട്.
അത് നമ്മുടെ സൈറ്റിൽ കയറിയാൽ കിട്ടും. അല്ല, അത് നിങ്ങൾ ഹോമിൻ്റെ പ്രൊജക്റ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ എന്നുള്ളവർക്ക് കസിൻക്ക് തന്നെ ഡയറക്റ്റ് പോകാറുണ്ടോ? ഞാൻ ഡയറക്റ്റ് പോകാറുണ്ട്, എല്ലാ സൈറ്റിലും പോകാറുണ്ട്. അല്ല സാർ, കൊല്ലത്താണെങ്കിലും തിരുവനന്തപുരത്ത് കാസർഗോഡാണ് ഒക്കെ ഫസ്റ്റ് പ്രാവശ്യം പോകും, ഒന്നോ രണ്ടോ വട്ടം പോകും. പിന്നെ നമ്മുടെ സിവിൽ എഞ്ചിനീയർ ഉണ്ട്, അദ്ദേഹം പോകും. നമുക്ക് ഷെൽട്ടറിന് തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട്, അവരാണ് കൈകാര്യം ചെയ്യുക. ഏതായാലും ഇങ്ങനത്തെ ഈ ഒരു സ്നേഹവീട് എന്നുള്ള ഒരു പദ്ധതി ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്നും അതിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. അതുമൂലം ഇത്രയും കുടുംബങ്ങൾക്ക് കേരളത്തിൽ നമുക്ക് ഒരു തലചായ്ക്കാൻ ഒരു ഇടം കൊടുക്കാൻ പറ്റി എന്നൊരു ചാരിതാർത്ഥ്യം ഷെൽട്ടറിനും കൂടെ അതിൻ്റെ നെടുന്തോളായി പ്രവർത്തിക്കുന്ന കാസിംഗൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് വളരെ സന്തോഷം. ഇൻഷാ അല്ലാഹ് നാഥൻ അത് തുടർന്നും നടത്താൻ സഹായിക്കട്ടെ.